1981 ജൂൺ 24 മെഡ്ജുഗോറിയ എന്ന ചെറു ഗ്രാമത്തിൻ്റെ ഗതി മാറ്റിമറിച്ച ദിവസം. ലോക ചരിത്രത്തിലേക്ക് മെഡ്ജുഗോറിയയെ എത്തിച്ച അസാധാരണ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച ദിവസം. 6 കൗമാരക്കാർക്ക് ആദ്യമായി ഗോസ്പ പ്രത്യക്ഷപ്പെട്ട ദിവസം. യുഗോസ്ലാവിയയിലെ ഒരു ചെറു ഗ്രാമമാണ് മെഡ്ജുഗോറിയ. ജൂൺ 24, 1981 സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിനത്തിൽ ഏകദേശം 6 മണിയോടെ ഇവാൻഗ എന്ന 15-കാരിയും മിരിയാന എന്ന 16-കാരിയും കൊച്ചു വർത്താനങ്ങൾ പങ്കുവെച്ച് നടക്കുകയായിരുന്നു. താഴെ നിന്ന് കുന്നിൻ മുകളിലേക്ക് നോക്കുവാൻ ഒരു പ്രേരണയുണ്ടായി. നോക്കിയപ്പോൾ അതിശക്തമായ പ്രഭാവലയത്തിൽ ഒരു സ്ത്രീരൂപത്തെ അവർ കണ്ടു. ആ സ്ത്രീരൂപം തങ്ങളെ മാടി വിളിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഭയന്നുപോയ ആ 2 പെൺകുട്ടികൾ അവിടെ നിന്ന് വേഗം ഓടിപ്പോയി. ആ ദിവസത്തെപ്പറ്റി ഇവാൻഗ ഇങ്ങനെ പറയുന്നു: ഞാനും മിരിയാനയും സായാഹ്നമായപ്പോൾ നടക്കാൻ പോയി. തിരിച്ചു വരുന്ന സമയത്ത് കുന്നിനടിയിലെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കാൻ തോന്നി. അവിടേക്ക് നോക്കിയപ്പോൾ പ്രകാശത്തിൽ കുളിച്ചു നിന്ന ഒരു രൂപം ഞാൻ കണ്ടു. ഉടനെ ഞാൻ മിരിയാനയോട് പറഞ്ഞു, നോക്കൂ, അതാ പരിശുദ്ധ അമ്മ. മിരിയാനയാകട്ടെ എന്നോട് പറഞ്ഞു, പിന്നെ പരിശുദ്ധ അമ്മ നമ്മെ കാണാൻ ഇപ്പോൾ വരും. ശരിയാണല്ലോ എന്ന് ഞാനും ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ നടന്നു. വീടിനടുത്തെത്താറായപ്പോൾ 12 വയസ്സുകാരി മിൽക്കയെ ഞങ്ങൾ കണ്ടു. അവൾ തൻ്റെ ആടുകളെ തിരികെ വീട്ടിലെത്തിക്കാൻ ഞങ്ങളുടെ സഹായം ചോദിച്ചു. പക്ഷേ അതിന് ഞങ്ങൾ ഓടിപ്പോകുന്ന സ്ഥലത്തേക്ക് തിരികെ പോകണമായിരുന്നു. എങ്കിലും മിൽക്കയെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ തിരികെ നടന്നു. ഞാൻ നോക്കിയപ്പോൾ ആ സ്ത്രീരൂപം അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. ഞാൻ മിൽക്കയോടും മിറിയാനയോടും പറഞ്ഞു, നോക്കൂ, ആ സ്ത്രീരൂപം അവിടെ തന്നെ നിൽക്കുന്നു. ഏകദേശം 200 മീറ്റർ അകലെയായിരുന്നു ആ പ്രഭാരൂപം. ചാര നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞിരുന്ന ആ സ്ത്രീയുടെ കയ്യിൽ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. ഈ അനുഭവത്തെപ്പറ്റി മിറിയാനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രകാശം കാരണം മുഖം പോലും വ്യക്തമായി ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ ഇത് പരിശുദ്ധ അമ്മയാണ്, മഡോണയാണ്. ഞങ്ങൾക്ക് അത്ര ശക്തമായ പ്രേരണയായിരുന്നു. ഞങ്ങളത് വിശ്വസിക്കുക തന്നെ ചെയ്തു. പക്ഷേ ഞങ്ങൾ വളരെ ദൂരെ നിന്ന് ആ രൂപത്തെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. ഇവാൻഗയും ഇത് ശരിവെക്കുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആനന്ദവും അതിനേക്കാളുപരി ഭയവും. ഞങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് വിവരിക്കാൻ ഞങ്ങൾക്കറിയില്ല. മിരിയാനയും ഇതുതന്നെ പറയുന്നു. ഞങ്ങൾ ഇവിടുത്തെ പെൺകുട്ടികൾ കുടുംബം വിട്ട് അധികം പുറത്ത് പോയിട്ടില്ല. യൂറോപ്പിലെയോ അമേരിക്കയിലോ യുവജനങ്ങളെ പോലെ ആയിരുന്നില്ല ഞങ്ങൾ. വീടും സ്കൂളും മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇത് എങ്ങനെ ഇതിനോട് പ്രതികരിക്കണമെന്ന് ഞങ്ങളിലേക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവർ സ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ 17-കാരിയായ വിക്ക അവരെ അന്വേഷിച്ച് വന്നു. അന്നത്തെ ദിവസത്തെപ്പറ്റി വിക്ക പറയുന്നത് ഇങ്ങനെ: ഞാൻ അവരുടെ അടുത്തെത്താറായപ്പോൾ അവർ കൈകൾ വീശി വേഗം വാ, വേഗം വാ എന്ന ആംഗ്യം കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നോക്കൂ, മഡോണ. ഞാൻ പറഞ്ഞു, മിരിയാന, നിനക്ക് ഭ്രാന്തായോ? നീ എന്താണ് പറയുന്നത്? മഡോണയോ? എന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുവാൻ പോലും മെനക്കെടാതെ ഞാൻ തിരിച്ചു നടന്നു. വഴിയിൽ വെച്ച് ഞാൻ കൊച്ചു ഇവാനെയും മുതിർന്ന ഇവാനെയും കണ്ടു. ഞാൻ അവരോട് കാര്യം പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൂട്ടി ഞാൻ തിരികെ കുന്നിലേക്ക് നടന്നു. കൊച്ചു ഇവാൻ വേഗം തിരികെ ഓടിപ്പോയി. പക്ഷെ മുതിർന്ന ഇവാനോടൊപ്പം ഞങ്ങൾ കുന്നിൻ മുകളിലേക്ക് യാത്ര തുടർന്നു. നീ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇവാൻ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പൂർണ്ണമായും ഒരു പ്രകാശം, ഒരു വെള്ള നിറം ഞാൻ കാണുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ അവരിൽ നിന്നെല്ലാം മാറിയാണ് നിന്നിരുന്നത്. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ ഭയമായിരുന്നു. അല്പം മഴ പൊടിയാൻ തുടങ്ങിയിരുന്നു. ഞാൻ അപ്പോൾ മഡോണയെ ശരിക്കും കണ്ടു. വെള്ളപ്രകാശത്തിൽ ഇരുണ്ട മുടിയോടുകൂടെ ഇടത് കൈയിൽ എന്തോ ഒന്ന് പിടിച്ചുകൊണ്ട് മഡോണ നിന്നിരുന്നു. എനിക്ക് തോന്നിയത് തങ്ങളെ അടുത്തേക്ക് വിളിക്കുന്നു എന്നാണ്. പക്ഷെ ഞങ്ങൾ ആരും തന്നെ അടുത്തേക്ക് പോയില്ല. ഏറെ നേരം അങ്ങനെ നിന്നതിനു ശേഷം ഞങ്ങൾ തിരികെ ഭവനത്തിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ടതെല്ലാം വീട്ടുകാരോടും അയൽവാസികളോടും പറഞ്ഞു. അധികം ആരും വിശ്വസിച്ചില്ല. അവരെ കളിയാക്കാനും തുടങ്ങി.
വിക്ക ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ ഉണ്ടായതെല്ലാം പറഞ്ഞപ്പോൾ ആകെ ബഹളമായി. എൻ്റെ വല്യമ്മ പറഞ്ഞു, മാതാവിരിക്കുന്നിടത്ത് ഇരിക്കട്ടെ, നീ പോയി ഒരു ജപമാല ചൊല്ലൂ. ചിലർ ഞങ്ങളെ കളിയാക്കി പറക്കം തളികയായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടിരുന്നു. ചിലർ മൗനം പാലിച്ച് ഇതൊന്നും തങ്ങൾക്കുള്ളതല്ല എന്ന് ഭാവത്തിലിരുന്നു. വളരെ കുറച്ചു പേർ വിശ്വസിച്ചോ ആവോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞാൻ അവരെ ഒരിക്കലും തെറ്റു പറയില്ല. ഇങ്ങനെ ഒരു കാര്യം ആര് വിശ്വസിക്കും? അവരുടെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ പോലും ഞാനും വിശ്വസിക്കുമായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അലൗകികമായ സൗന്ദര്യത്തോടെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീ ദേവമാതാവാണെന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു. അന്ന് രാത്രി കുട്ടികളെല്ലാം ഉറങ്ങാൻ കിടന്നെങ്കിലും ആർക്കും ഉറക്കം പെട്ടെന്നൊന്നും വന്നില്ല. പരിശുദ്ധ അമ്മയെപ്പറ്റിയും അന്നത്തെ സംഭവവികാസങ്ങളെപ്പറ്റിയും താങ്കൾ എന്താണ് നേരിടുന്നത് എന്നൊക്കെ ആലോചിച്ച് കുഞ്ഞുങ്ങൾ കണ്ണും തുറന്ന് കിടന്നു. അങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യ ദിവസം അവസാനിച്ചു. ആവേ മരിയ.